ഓക്കെ, അപ്പൊ ഈ വീഡിയോയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള റേസ് ഏതാണെന്ന് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരവായിട്ട് ലോകത്തിലെ 97% കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത് വെള്ളക്കാരാണ്, അതായത് കൊക്കേഷ്യൻസ്, യൂറോപ്യൻസ് ആണ്. അപ്പോ ഇപ്പോ ലോകത്ത് നിലവിലുള്ള ഒരു ഐഡിയോളജിയാണ് മനുഷ്യരൊരു കുലമാണെന്ന്, അതായത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന്. അപ്പോ അതൊരു വെറും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അപ്പൊ പ്രകൃതി നിയമം അനുസരിച്ച് ആ ഒരു ഐഡിയോളജി അനീതിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോകത്തിലുള്ള 97% കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത് ആ സായിപ്പാണ്, വൈറ്റ് റൈസാണ്, വെള്ളക്കാരാണ്. അപ്പോൾ 97% കണ്ടുപിടിച്ച വെള്ളക്കാരും ഒന്നും കണ്ടുപിടിക്കാത്തവന്മാരും ഈക്വലാണെന്ന് പറയുന്നത് പ്രകൃതി നിയമപ്രകാരം വലിയൊരു അനീതിയാണ്. കാരണം 97% വെള്ളക്കാർ കണ്ടുപിടിച്ചെങ്കിൽ അവർ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് കണ്ടുപിടിച്ചത്. അപ്പൊ കഷ്ടപ്പെട്ട് 97% കണ്ടുപിടുത്തം നടത്തിയവന് അതിന്റേതായിട്ടുള്ള ഉയർന്ന സ്ഥാനം എല്ലാവരും കൊടുത്തേ പറ്റൂ. വൈറ്റ് റൈസിനെ എല്ലാവരും ബഹുമാനിക്കണം. കാരണം ചിമ്പാൻസി പോലെ ജീവിക്കേണ്ട ജീവിയാണ് മനുഷ്യർ. ഇന്ന് കൃഷിയൊക്കെ കണ്ടുപിടിച്ചാലും ഒന്നിനും കൊള്ളാതെയാണ് എല്ലാവരും ജീവിച്ചത്. അപ്പൊ ലോകത്ത് ഇത്രത്തോളം ടെക്നോളജി കൊണ്ടുവന്നതും ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചതും ആ വെള്ളക്കാരാണ്, ആ വൈറ്റ് റൈസാണ്. അപ്പൊ ലോകം മൊത്തം മാറ്റിമറിച്ചത് വെള്ളക്കാർ, എല്ലാം കണ്ടുപിടിച്ചത് വെള്ളക്കാർ. എന്നിട്ട് വെള്ളക്കാരും ബാക്കിയുള്ളവരും തുല്യരാണെന്ന് പറയുന്നത് പ്രകൃതി നിയമപ്രകാരം അനീതിയാണ്. യൂറോപ്യൻസിന്റെ ജനറ്റിക്സ് ഇതിന് കൂടുതലായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഈ വീഡിയോ പ്രതികരിക്കാൻ കാരണം പുള്ളി ഇതുപോലുള്ള സമൂഹത്തിൽ വന്നിരുന്ന ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സാധനം പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നിയുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നതാണ്. സുരേഷ് ഗോപി അടുത്ത ജന്മത്തിലെങ്കിലും ഉന്നത കുലജാതനായ അല്ലെങ്കിൽ ബ്രാഹ്മണനായ ഹയറായിട്ട് ജനിക്കണമെന്ന് പറയുന്നതും ഇയാൾ ഈ പറഞ്ഞതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ഭൂരിഭാഗം കണ്ടുപിടുത്തങ്ങളും നടത്തിയിരിക്കുന്ന വെള്ളക്കാരാണെന്നും കൂടിയ ആൾക്കാരാണെന്നും മറ്റുള്ള അവരെക്കാളും, അതായത് നമുക്കിപ്പോൾ കോക്കസോയിഡ്, മാംഗ്ലോയിഡ്, നീഗ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവരല്പം കൂടിയ ആൾക്കാരാണെന്നുമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ജനറ്റിക്കലി അത് ശരിയായിരിക്കാം. നമ്മൾ പഠനങ്ങൾ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പം അവർ ജനറ്റിക്കലി അവർക്ക് കുറേ വ്യത്യാസങ്ങൾ നമ്മളെക്കാളും ഉണ്ട്. നീലക്കണ്ണ്, സ്വർണ്ണമുടി, അങ്ങനെയൊക്കെയുള്ള വെൽ ബിൽറ്റ് ബോഡി, അങ്ങനെയൊക്കെ നമ്മൾ കൊച്ചിൽ മുതൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉയർന്നവരായതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കൂ, ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരുണ്ടായിട്ട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു പോയതാണ്. അതിന് പല റീസൺസ് ഉണ്ട്. കാലാവസ്ഥ, മൈഗ്രേഷൻ, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് കാരണമാണ് ജീനുകൾ കൈമാറ്റപ്പെട്ട് ഒരുപാട് തലമുറകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. ഇനിയുള്ള രാജ്യങ്ങൾ എല്ലാ മനുഷ്യരും തുല്യരായിട്ട് കാണണമെന്നും ചെറുതും വലുതും ഇല്ലാതെ ആൾക്കാരെല്ലാം തുല്യരായിട്ട് ഇരിക്കണമെന്നും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ജെൻഡർ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തണമെന്നും ചിന്തിക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ, അങ്ങനെ ഒരു സൊസൈറ്റി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അയാൾ എത്ര മഠയനായിരിക്കണമെന്നാണ് എൻ്റെ ചോദ്യം. സുരേഷ് ഗോപി ജാതിയുടെ പേരിൽ അയാൾ അടുത്ത തവണ ഒരു വലിയ ജന്മിയായിട്ടോ അല്ലെങ്കിൽ വലിയ ഉന്നത കുലജാതനായിട്ട് മാറണമെന്ന് അയാൾ പറഞ്ഞതും റേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ബേസിക്കലി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തിയോട് തന്നെയാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്.